450 രൂപയുടെ സാരി നോക്കി. ഇതും 450 രൂപയുടെ സാരിയാണ്. 850 രൂപയുടെ ഒരു സാരി. ഈ സാരിക്ക് 1300. ഇത് 4800. ഇതൊക്കെ 5200 ഒക്കെ സ്റ്റാർട്ടിങ്. ഇതിന് 6000 വരുമെന്ന്. 6500. സ്നേഹ പ്രസന്ന. ഹലോ ഗൈസ്, നമസ്കാരം. സൗത്ത് ഇന്ത്യൻ ഫാമിലി ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വെൽക്കം ടു തമിഴ്നാട്. യെസ്, നമ്മളിപ്പോൾ ഉള്ളത് കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ആനക്കട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആനക്കട്ടി ലസാർ ജംഗൽ റിസോർട്ടിൽ നിന്നും ഞങ്ങൾ കുറച്ച് പട്ടുസാരി വാങ്ങാൻ വേണ്ടി പോവാണ്. റിസോർട്ടിലല്ല പട്ടുസാരി, നമ്മൾ തമിഴ്നാട്ടിൽ പോകാനാണ് പോകുന്നത്. എൻ്റെ റൈറ്റ് സൈഡിൽ തമിഴ്നാട് ഫോറസ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ തമിഴ്നാട് പ്രൈവറ്റ് കൃഷിസ്ഥലം. സാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സ്ഥലങ്ങളില്ലേ? ഏതാ? കാഞ്ചീപുരം, ബനാറസ്, ബാന്തിനി സാരി. ഓക്കെ, അത് ഗുജറാത്തില്. രാജസ്ഥാനില് ഗോട്ടാല സാരി. അങ്ങനെ കുറെ ഉണ്ട്. കുറെ പേരുണ്ട്. കോയമ്പത്തൂരിനടുത്തുള്ള ഏതാ സ്ഥലം? സിരുമുഗൈ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. സിരുമുഗൈ ഈസ് ഫേമസ് ഫോർ ഹാൻഡ്ലൂം, പ്രത്യേകിച്ച് സാരി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. സിരുമുഗയിലെ കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഗതം, നമുക്ക് പോകാം വണ്ടിയുമായി. എവിടേക്ക്? സിരുമുഗൈ. എന്താ അത്? ചടങ്ങാണോ പൂജയാണോ? ആനക്കട്ടിയിൽ നമ്മള് ഈ മേട്ടുപ്പാളയം ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കിനും ആദ്യം ഒരു ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് വരും. വൈകിട്ട് 7 മണി മുതൽ 6 മണി മുതൽ എന്തോ രാത്രി സമയത്ത് ഈ വഴി കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്, ഒരു 10 കിലോമീറ്റർ താഴെ വരുന്നൊരു ഫോറസ്റ്റ് ഏരിയ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ല മനോഹരമായിട്ടുള്ള വഴിയാണ്. ചെറിയ കുഞ്ഞു റോഡാണ്, വലിയ തിരക്കൊന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞിറങ്ങി വന്നപ്പോഴാണ് ഞങ്ങൾ ഈ അമ്പലം കണ്ടത്. ഇനിയിപ്പോൾ അങ്ങോട്ട് നമുക്ക് കംപ്ലീറ്റ് കൃഷി സ്ഥലങ്ങളായിരിക്കും കാണാൻ സാധിക്കുന്നത്. മേട്ടുപ്പാളയം ഭയങ്കര ഭംഗിയുള്ള ഏരിയ ആണ്. ധാരാളം കൃഷി നടക്കുന്ന തമിഴ്നാടിൻ്റെ ഒരു ഏരിയ ആണ് മേട്ടുപ്പാളയം. ആ ഒരു റൂട്ടിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നത്. നല്ലൊരു ഡ്രൈവ് ഒക്കെ പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന ഈ ഒരു റോഡിൻ്റെ ചുറ്റിനും അപ്പുറത്തും ഇപ്പുറത്തും നിറയെ തെങ്ങും തോപ്പാണ് ഗൈസ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങൾ കണ്ട് തന്നെ വിശ്വസിക്കണം. അതായത് നിറയെ തെങ്ങും തോപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത് തമിഴ്നാട്ടിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഏത് ഭാഗത്ത് തമിഴ്നാട്ടിൽ പോയാലും തെങ്ങും തോപ്പാണ് കാണാൻ സാധിക്കുന്നത്. എവിടെയും ചുറ്റിലും നമുക്ക് ദൂരെ നമുക്ക് മലകൾ കാണാം. ആ മലകൾക്ക് നടുവിലുള്ള ഗ്രാമങ്ങളും ആ തെങ്ങും തോപ്പും. അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പോലെ എല്ലായിടത്തും ഒന്നും വീടുകൾ കാണത്തില്ലല്ലോ. നമുക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാമമായിരിക്കും. ഒരു ഗ്രാമം എന്ന് പറയുമ്പോഴത്തേക്കിനും വീടുകളെല്ലാം കൂടെ ഒരുമിച്ച് ആ ഗ്രാമത്തിലായിരിക്കും ഉണ്ടാകുക. ഏതാ പട്ടുസാരി കടകളുടെയൊക്കെ പരസ്യങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇത് സത്യമംഗലം പോകുന്ന റൂട്ടാണ്. അതായത് സത്യമംഗലം, പിന്നെ ഈറോഡ്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന റൂട്ടാണ്. കോയമ്പത്തൂരിൽ നിന്നും വേറൊരു വഴിയാണിത്. കോയമ്പത്തൂരിൽ വലിയ ദൂരമൊന്നുമില്ല, മേട്ടുപ്പാളയത്തിന്റെ അടുത്തായിട്ട് വരും. നിങ്ങൾ ഊട്ടിയൊക്കെ പോവാണെന്നുണ്ടെങ്കിലും ഈ കാണുന്ന സ്ഥലം ഈസ് വെരി നിയർ. ഓ, അങ്ങനെ നമ്മൾ എത്തി അല്ലേ? സിരുമുഗയാണോ ചെറുമുഗയാണോ എങ്ങനെ? സിരുമുഗൈ എവിടാ പറ? പറയൂല, ഞങ്ങള് റാബിറ്റിനെയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. റാബിറ്റ് അല്ലല്ലോ, കിവിയാണോ? ഇന്ന് റാബിറ്റും കിവിയും ഉണ്ട്. ഇവിടെ മൊത്തം പട്ടുസാരി കടകള്, സാരി കടകള്. ഇത് മൊത്തം നമ്മുടെ കാഞ്ചീപുരം പോയപ്പോ ഓർമ്മയുണ്ടാവുന്നു. ചെറിയ കടകള്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇവിടെ ഈ സാരി ഉണ്ടാക്കുന്ന ആൾക്കാരെല്ലാവരും അവരുടേതായിട്ടുള്ള കടകൾ തുടങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കറപ്പൻ സിൽക്സ് എന്നും പറഞ്ഞുകൊണ്ടൊരു കടയിൽ നമുക്ക് കയറാം. നമ്മുടെ സലീഷേട്ടൻ്റെ റിസോർട്ടിലെ സന്തോഷേട്ടൻ്റെ അച്ഛൻ, ഇവരൊക്കെ ശരിക്കും ഈ ഒരു സാരി ഉണ്ടാക്കുന്ന ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ എന്തോ പരിപാടികളൊക്കെയാണ്. സോ വി വിൽ ഗോ ഇൻസൈഡ്. നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ കാരപ്പൻ സിൽക്സിന് വന്നിരിക്കണം. അപ്പോൾ ഇത് ദണ്ഡപാണി കാരപ്പൻ ചേട്ടനാണ് ഇവിടുത്തെ ഫാദർ നെയിം. ഓക്കെ. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആണ് ഈ കട. ஆദ്യമേ நீங்கள் சொல்லுங்க, சிறுமுகை என்னத்துக்கு ஃபேமஸ்? சிறுமுகைங்கிறது வந்து கைத்தறி, ஹேண்ட்லூம்க்கு வந்து பெயர் போன இடம்.
கிட்டத்தட்ட ஒரு 200 இயர்ஸாக வந்து இந்த ஹேண்ட்லூம் தயாரிப்பு இருந்துட்டு இருக்கு. ஓகே. இங்கே வந்து இப்போ மென் பட் சாஃப்ட் சில்க் சொல்கிறாங்க இல்லையா, ஓகே, அது இங்கே தான் ப்ரொடக்ஷன் ஆல் ஓவர் ഇന്ത്യയിൽ ഇங்கிരുന്നാ വേൾഡ് ഫുള്ളാக പോകുന്നു. ഓക്കെ. സോ ഇപ്പോൾ ഇവിടെ ആണ് കൂടുതലും സോഫ്റ്റ് സിൽക്ക് സാരീസ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡ് ആയിരിക്കുന്ന സാരീസ് ആണ് സോഫ്റ്റ് സിൽക്ക് സാരീസ്. ഇപ്പോൾ സോഫ്റ്റ് സിൽക്ക് സാരീസ് ഇവിടെയാണെന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്നതെന്ന് ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് കളക്ഷൻസ് ഒന്ന് കാണിക്കാമോ? ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ നെയ്ത്ത് എല്ലായിടത്തും ചെയ്യുന്ന പോലെ ഇപ്പോൾ കുത്താമ്പള്ളിയുണ്ട്, കുത്താമ്പള്ളിയിൽ സ്പെഷ്യൽ ഹാൻഡ്ലൂം, അവിടെയൊക്കെ ആൾക്കാർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതേപോലെ തന്നെ ഓരോരുത്തരുടെ വീട്ടിലാണ് ഇവിടെ നെയ്ച്ചത്. അപ്പോൾ നമുക്കത് പോയി കാണാം. 500 രൂപ മുതൽ 60,000 വരെ സോഫ്റ്റ് സിൽക്ക് സാരീസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ? சாஃப்ட் சில்க் பிரைடல் சில்க்ஸ், வெட்டிங் ഓക്കെ, വെഡിങ് സാരീസ്. അപ്പോൾ അത് பார்க்கலாம். அது பார்க்கலாம். சாஃப்ட் சில்க் வந்து ஸ்டார்டிங் வந்து 4500. ഓക്കെ, അടിപൊളി. ഇതൊക്കെയെല്ലാം റേഞ്ച് സ്റ്റാർട്ടിങ് 4500. ഇത് ഇതേമാതിരി. ഓക്കെ, ഓക്കെ. ഇതിപ്പോ എല്ലാം ഹാൻഡ് മെയ്ഡ് ആണോ? ഇതെല്ലാം നെയ്ത്ത്, കൈ വെച്ച് നെയ്ത്തെടുക്കുന്നതാ. ഇതിന്റെ പ്രത്യേകതകൾ എന്താ പറയാ? ഇത് കണ്ടോ, ഇത് ചേട്ടൻ പറഞ്ഞത് ഇത് പ്ലെയിനാ, ബോഡിയിൽ പ്ലെയിനാ. ഇതില് ഇങ്ങനെ ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. പല്ലുവിലും അങ്ങനെ വലിയ ഡിസൈൻ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം സോഫ്റ്റ് സിൽക്ക് ആണ്. ഇതെല്ലാം സോഫ്റ്റ് സിൽക്ക്. അപ്പൊ ഈ സാരീസ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇപ്പോ എന്താന്ന് വെച്ചാല് 4500 മുതലുള്ള സോഫ്റ്റ് സിൽക്ക് സാരീസ് ആണ്, അതായത് പ്യുവർ സിൽക്ക്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇത് പ്ലെയിൻ 4500 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ബോഡി പ്ലെയിൻ, ഇവിടെ മാത്രം ഡിസൈൻ, പല്ലു എല്ലാം പ്ലെയിനാ. സോ അതുകൊണ്ടാണ് ജറി ഇല്ല. അതാണ് വ്യത്യാസം. അതാണ് ഇങ്ങനത്തെ ടൈപ്പ് സാരീസിന്റെ. പിന്നെ കുറച്ച് ജറീസ് വരുന്നതില്, അതായത് ഇങ്ങനത്തെ സാരീസില് ഇതൊക്കെ 5200 ഒക്കെ സ്റ്റാർട്ടിങ്. ഇതിൽ ചെറിയ ജറി വർക്ക് വരുന്നത്. ഇതിനെയാണ് അങ്ങനെ പറയുന്നത്. അതെ, ജറി ഇതിന്. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനാണെങ്കിൽ 5500. ഇതില് വർക്ക് ഉണ്ട്, പല്ലുവിലും ഫുൾ വർക്ക് ഉണ്ട്. അപ്പൊ ഇതില് വർക്ക് കൂടുന്നതനുസരിച്ച് ഇതിന്റെ റേറ്റിൽ വ്യത്യാസം വരും. ഇതൊക്കെ എത്രയാണ് ശ്വേത? ഇതിന് 6000 വരുമെന്ന്. 6800. ഇപ്പൊ ഇങ്ങനത്തെ സാരികളാണോ ഇപ്പോഴത്തെ ട്രെൻഡ്? നല്ല സോഫ്റ്റ് സിൽക്ക് ആണ്. അത് വെച്ചാൽ ലൈറ്റ് വെയിറ്റും ആണ്, നല്ല സുഖവുമാണ്. പേപ്പർ പോലെ ഇരിക്കും അല്ലേ? അതാണോ സോഫ്റ്റ് സിൽക്ക് എന്ന് പറയുന്നത്? ബോർഡർലെസ്. അത് കൊള്ളാം അല്ലേ? കോമ്പിനേഷൻ അടിപൊളി, നൈസ്. ആ കളർ കോമ്പിനേഷൻ ആ രണ്ട് കളറും രണ്ട് കോൺട്രാസ്റ്റിലായിട്ട്. ബോർഡർലെസ് എന്ന് പറഞ്ഞാൽ ഈ അറ്റത്ത് ബോർഡർ ഉണ്ടാവില്ല എന്നാണോ? ബോർഡർലെസ് എന്ന് വെച്ചാൽ ഇവിടെ ബോർഡർ ഉണ്ട്. ഇതൊക്കെ ഇത് കണ്ടോ, ഇതിനിപ്പോ ബോർഡർ ഉണ്ട്. ഇതാണ് ബോർഡർ, ഇതിന് ബോർഡർ ഇല്ല. അത് ശരി. ഇതൊക്കെയുള്ളൂ. ഇത് 6800. ഓക്കെ. യൂഷ്വലി നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇതിന് റേറ്റ് കൂടുതലായിരിക്കും. ആണോ? അത് നമ്മുടെ നാട്ടിലോട്ട് ഈ സാധനം ഇവിടെ ഇത്രയും റേറ്റ് ആണെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ വരുമ്പോ നേരെ പകുതിയാവും. ആണല്ലേ? ഡബിൾ പ്രൈസ് ആവും. അങ്ങനെയുണ്ട്. പകുതി ആവുന്നല്ല, പകുതി ആക്കും. ആണല്ലേ? ഓ, അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ വന്നു പോകുന്നത് ലാഭമാണ് അല്ലേ? വണ്ടി എടുത്ത് വന്നാൽ ലാഭമാണ്. നമ്മള് കാഞ്ചീപുരത്ത് എടുത്തല്ലേ? അല്ല, നമ്മള് കാഞ്ചീപുരത്ത് പോയില്ല, നമ്മള് കല്യാണത്തിനെടുത്ത്. അത് ഞങ്ങൾ മറന്നു. ഞങ്ങൾ ആക്ച്വലി ഞാനും ശ്വേത ഞങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത്, കല്യാണത്തിന് മുന്നേ ഞാനും ശ്വേത ഞങ്ങൾ കാഞ്ചീപുരത്ത് പോയിട്ടാണ് ഞങ്ങൾ സാരിയൊക്കെ ഷോപ്പിംഗ് ചെയ്തത്. എന്താ ഋഷി? വാങ്ങിച്ചു തരാമേ. അടങ്ങി ഒതുങ്ങി ഇവിടെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അവന് ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. ഈ കോമ്പിനേഷൻ നോക്ക്, കൊള്ളാം. എനിക്ക് ഇതിലും ഇഷ്ടം ഇതിന് മുമ്പത്തെ ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് നല്ലതാ കേട്ടോ. ഇതിനകത്തുനിന്ന് ഒരു ലോഡ് സാരികൾ എടുത്തോണ്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോ വലിയ ബോർഡർ. എന്റെ എൻഗേജ്മെന്റ് സാരി ഓർമ്മയുണ്ടോ? അതുപോലത്തെ സെയിം അതേ കോമ്പിനേഷൻ. ഇന്ന് മിക്കവാറും 3-4 സാരിയെങ്കിലും വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ ഒന്നും പറഞ്ഞില്ല, മനസ്സിലെന്താ പറഞ്ഞെന്ന് എനിക്കറിയാം. ഒന്നും പറഞ്ഞില്ല. ഇതെന്താ പ്രത്യേകത? ഇത് ഫുൾ വർക്കാണോ? ഫുൾ വർക്കാണ്, ഫുൾ. ബോഡി ഫുൾ ഡിസൈൻസ്. അതാണ് ഇങ്ങനെ കാണുന്നത്. ഓക്കെ. അതും ഈ കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷൻ ആണ്. ആൾക്കാർക്ക് പണ്ട് തൊട്ട് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് ആ കോമ്പിനേഷനും വെറൈറ്റി കോമ്പിനേഷൻ ആണ്. പർപ്പിളും ബ്ലാക്കും ആണോ അത്? പർപ്പിളും ബ്ലാക്കും ആണെന്ന് അവൻ പറയുവാ. ഇത് പൊളിച്ച്. ഇതൊക്കെ എന്താ വില? 6500. You want me to take this? അമ്മ ഈ കളർ എടുത്താൽ മതിയോ? പർപ്പിൾ എടുത്താൽ മതി. നമ്മ ഇത് വേണം, ഈ ബ്ലാക്ക് വേണം, ഈ ബ്ലാക്ക് വേണം.
ഇത് ട്രഡീഷണൽ സോഫ്റ്റ് സിൽക്ക് സാരി. അതായത് ആണോ? യെല്ലോ പിങ്ക് ട്രഡീഷണൽ നമ്മളെ കാഞ്ചീപുരം സാരി ഇരിക്കുന്ന പോലെ തന്നെ ഇത് സോഫ്റ്റ് സിൽക്ക്. അതില് വേറെ കുറെ കളേഴ്സ് വരും. ഇത് കേവലോ ഇത് 7800 ലൈൻസ് ബേസ്. ഇത് കേവലോ സോനിങ്ങ 65. ഇത് നല്ല ഭംഗിയുണ്ട്. Did you like it? പൊളിച്ച്. അത് തകർത്തു മോളെ. അതൊരു കിഡിലൻ ബ്ലാക്ക്. ഇത് 12800. എന്റെ ദൈവമേ, അടിപൊളി സാരി. ഇത് മതി. ഇത് അടിപൊളി. ഇതിന് എത്രയാ പറഞ്ഞ? 12,800 ആണ് ഇവര്. 60,000 സാരി കാമില്ല. ഇവിടെ ഒരു പെട്ടിക്കകത്തൊരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സാരി അല്ലേ? അതോ സാരിയുടെ ഇതെന്താ? ഫോട്ടോയോ? എന്റെ ദൈവം. വെഡിങ് സാരിയില് കസ്റ്റമൈസേഷൻ ഇങ്ങനെ ചെയ്തെടുക്കുവോ? ഓ അത് ശരി. குழந்தையோட போட்டோவோடயும் போட்டு கொடுக்கலாம் அப்படிங்கிறது സ്നേഹ പ്രസന്ന. ഓ അത് ശരി. സീരിയൽ സിനിമ നടി. ഓ അത് ശരി. അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്. അതായത് കല്യാണ സാരിയിൽ നമുക്ക് നമ്മളുടെ ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് സാരി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് എൻഗേജ്മെന്റിനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എടുത്ത ഫോട്ടോസ് ഇതേപോലെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട്, ഇത് മെഷീനിൽ ചെയ്യുന്നതല്ല, ഇത് കയ്യിൽ ചെയ്തെടുക്കുന്ന പരിപാടിയാണ്, കൈപ്പണിയാണ്. അതിൻ്റെ കോസ്റ്റ് എത്ര വരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ്. അത് കൊള്ളാം കേട്ടോ പരിപാടി. ഇതിവര് ഒരു മോഡൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം 35,000-40,000 രൂപ വരുമെന്ന് ഇങ്ങനെ സാരിയിൽ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ. സംഭവം കൊള്ളാം. നമ്മൾ ഏത് സാരി ബ്രൈഡൽ സാരി സെലക്ട് ചെയ്യുന്നോ അതില് നമ്മൾ പറഞ്ഞാല് അവർ കസ്റ്റമൈസ് ചെയ്തിട്ട് അവർ തരും. നമ്മളിപ്പോൾ എടുത്ത ഒരു മോഡലിൽ തന്നെയുള്ള ഒരു വെഡ്ഡിങ് സാരിയാണ് ഇത്. ഉണ്ടോ? ഇതിന് ഇവര് 15,500 ആണ് ഈ ഒരു വെഡ്ഡിങ് സാരിക്ക്. ഓ ഇതിൽ ഫോട്ടോ വരും. ആ ഫോട്ടോ ഇവിടെ ചെയ്യാം, ഇന്ന ഏരിയയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ഓ ഇങ്ങനെ. ഓക്കെ, അടിപൊളി. ഓക്കെ, ഇത് ഏത് ഭാഗമാണ്? മുന്താണിയോ? മുന്താണിയിലാണ് ഫോട്ടോ വരുന്നത്. ഓക്കെ, അടിപൊളി. ഇതെല്ലാം കല്യാണ സാരി തന്നെ അല്ലേ? ഇതെല്ലാം കല്യാണ സാരി. അതായത് 30,000 സംതിങ്ങോ? ഇത് സിൽവർ അല്ലേ? സിൽവർ കളറിലെ സംഭവം. സിൽവർ സാരി മിക്സ് അല്ലേ? മിക്സ് ആണ്. എല്ലാ പരിപാടികളും ഉണ്ട്. ഇവര് സാരി എടുത്തിട്ട് ഇങ്ങനെ നിരത്തിയിട്ട് നിവർത്തി കാണിക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് അത് കാണാന്. ഇത് കൊള്ളാം കേട്ടോ. അതിന്റെ ഡിസൈൻ, ആ കളറും ആ ഒരു കോമ്പിനേഷൻ. വെഡിങ് സാരി വരുമ്പോഴത്തേക്കിനും എല്ലാം അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവൂലേ? കട്ടിയുണ്ടാവും. അത്യാവശ്യം നല്ല കുറെ വർഷം ആളുകൾ സൂക്ഷിച്ചു വെക്കുന്ന സാധനമല്ല. അപ്പൊ എന്തായാലും അതിന്റെ ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സാരി ചെയ്തെടുക്കാൻ ഏകദേശം എത്ര ദിവസം വർക്ക് ചെയ്യേണ്ടി വരും? എത്ര ദിവസം വേണ്ടി വരും? 7 days. അത് ഗോൾഡൻ സരി വിത്ത് യെല്ലോ. അതും പൊളിച്ചു. ആമാ, നമ്മള് ശരിക്കും ഇതൊക്കെ നേരിട്ട് നെയ്ത്തുന്നതല്ല, ഇത് നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഭംഗി. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴൊന്നും അതിന്റെ കറക്റ്റ് ആ ഒരു ഭംഗിയൊന്നും മനസ്സിലാവുന്നില്ല. അത് നേരിട്ട് കാണണം, എന്നാലും നമുക്ക് അതിന്റെ ഒരു ഭംഗി കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇത് കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം ഒരു 30,000 മുതൽ 40,000 രൂപ വിലയുള്ള സാരികളാണ് ഈ കാണുന്നത്. ഓ ഇതും കൊള്ളാം. ഇത് കട്ട കളർ അല്ലേ? അടിപൊളി റെഡ്. റെഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് കല്യാണ സാരി റെഡ് ആയിട്ട് വേണോന്ന് പറയുന്ന ആൾക്കാർക്ക്, അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലേ, ഭയങ്കര ഡാർക്കിൽ ഇരിക്കണം. ചില ആൾക്കാർക്ക് ബ്രൈറ്റ് റെഡ് വേണം, ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഇത് കൊള്ളാം കേട്ടോ. ഇത് സൂപ്പറായിരിക്കും. ഇത് റെഡ് സൂപ്പറായിരിക്കും. എന്റെ പട്ടുസാരി പോലെ ഇരിക്കുന്നത്. കല്യാണ സാരി ഇതേപോലെ സാരിയായിരുന്നു, സെയിം കളർ. என்னோட கல்யாண சாரி இந்த மாதிரி தான் இருந்தது. அந்த டைம்ல எனக்கு இங்க இதே மாதிரி இருக்கும். இது கொள்ளலாம், செம்மையா இருக்கு. ഇത് പൊളിച്ച്. ബ്രൈഡൽ സാരിക്ക് 30,000 ആയിരുന്നെങ്കിൽ അതേ ഭംഗിയുള്ള ആ ഒരു സാരി 6,000 രൂപയ്ക്ക് അതേ ഭംഗിയുള്ള സാരി അല്ലേ? അത്രയും ബഡ്ജറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറച്ച് വാങ്ങിക്കാം. ബഡ്ജറ്റ് കുറവുള്ള സാരി വാങ്ങിക്കാം. അതാണ് ഈ കാണുന്ന 6,000 രൂപയുടെ സാരി. ഈ കാണുന്ന സാരി കണ്ടില്ലേ? ഇതൊക്കെ ഒരു 900, 1000, 1500 ആ റേഞ്ചിലുള്ള സാരികളൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടോ?
ഇത് 1300 രൂപ. ഈ സാരിക്ക് 1300. ഇത് ടിഷ്യൂ ടൈപ്പ് മെറ്റീരിയൽ ആണ്. ആഹാ, அது கிஃப்ட்டுக்குலாம் பண்றாங்க இல்லையா, அதெல்லாம் பெஸ்ட் ஆகும். ഓ ഇത് കൊള്ളാലോ. 1900, 1000, 1500, 2000 താഴെയുള്ള സാരികളാണ് ഈ കാണുന്നത്. കണ്ടോ, വാങ്ങിച്ചു തരാം. 850 രൂപയുടെ ഒരു സാരിയാണ് ഈ തുറന്നു കാണിക്കുന്നത്. 850 രൂപയുടെ സാരി. കോമ്പിനേഷൻ കണ്ടോ? ഈ 850ക്കും 1000-നും 1500-നും കിട്ടുന്നതൊക്കെ ഹാൻഡ്ലൂം അല്ല കേട്ടോ. അതായത് ഹാൻഡ്ലൂം എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് എത്ര വരും? 4000 വരും. കാരണം ഈ ഹാൻഡ്ലൂം എന്ന് പറയുമ്പം അതിന് നല്ല രീതിയിലുള്ള കൈപ്പണികൾ ആവശ്യമാണ്. കൈപ്പണിയാണ് മൊത്തത്തിൽ. ആ കൈപ്പണി ചെയ്ത് വരുമ്പോൾ തന്നെ കൂലി എത്രയും വരും. ഇതൊക്കെ ശരിക്കും ഹാൻഡ്ലൂം അല്ല. പക്ഷെ എന്നാലും ഇതാവുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും അല്ലേ? ഹാൻഡ്ലൂമിനെ കാട്ടിലും ഫിനിഷിംഗ് ഉണ്ടാവും. അതാണ് ഈ ഇതുപോലെയുള്ള സാരികൾ. എന്നാലും നമുക്ക് പല റേഞ്ചിൽ 850, 1000, 1500 അങ്ങനെ പല റേഞ്ചിൽ ഇതുപോലുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാരികൾ കിട്ടും. നിങ്ങൾ കന്നഡ സംസാരിക്കുന്നേ? ഇവര് കന്നഡ സംസാരിക്കുന്നുണ്ട്, മനസ്സിലായോ? ഇടക്കിടക്ക് കന്നഡ. ഇത് ഈ സലീഷേട്ടന്റെ മുതലാളി ഇടക്കിടക്ക് കന്നഡ സംസാരിക്കുന്നത് കേൾക്കാം. ഇവര് കന്നഡ തമിഴ് മിക്സ് ആണ് ഇവർ സംസാരിക്കുന്നത്. 450 രൂപയുടെ സാരിയാണ്. 450 രൂപയുടെ സാരി നോക്കി. നല്ല സാരി കൊള്ളാല്ലേ? 450 രൂപയുടെ സാരി. തുണി കൊടുക്കണം അത്രയും പൈസ. ഞാൻ ആലോചിക്കുന്നത് ഇത് 450 രൂപയ്ക്ക് ഈ സാരി വിൽക്കണമെങ്കിൽ ഇതിന്റെ മേക്കിംഗ് കോസ്റ്റ് എത്ര വരും? അത് എപ്പടിയാണ ഇത്? പ്രൊഡക്ഷൻ കോസ്റ്റ്. അത് ശരി. ഇത് 450? ഇതും 450 രൂപയുടെ സാരിയാണ്. നോക്കി, നോർമൽ വാഷ്. ഇവിടെ ഇവരൊക്കെ ശരിക്കും ഈ കന്നഡയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇവർ പണ്ട് മൈസൂരിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കുടിയേറിയ ആൾക്കാരാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്. സലീഷേട്ടൻ്റെ മലയാളിയൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണ്. ഇവർ ഗൗഡ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവരാണ് വീഡിയോ എടുക്കാൻ വന്ന ആൾക്കാരാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന ആൾക്കാരുടെ അവസാനം ഫൈനലി എൻ്റെ ബൈയിങ് 3 സാരീസ്. 1 for Shweta, 1 each for 2 Ammayamas. അല്ല, 1 അമ്മ ആൻഡ് 1 Ammayamas. യെസ്, ഏതാണെന്ന് വെച്ചാൽ എടുത്തോ, കുഴപ്പമില്ല. കഴിഞ്ഞില്ലേ? ഇതെന്താ സംഭവം? കോട്ടൺ സാരീസ്. ഓക്കെ, ഇങ്ങനത്തെ സാരീസും ഇവിടെ അവൈലബിൾ ആണ്. സിൽക്ക് കോട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് കൊള്ളാലോ സംഭവം. അടിപൊളി. ഇതൊക്കെ എത്ര രൂപ വരും? അത് 1300, 200. ഇത് 2200. അത് കൊള്ളാട്ടോ, ലുക്കാട്ടോ സാരി. കോട്ടൺ സിൽക്ക്. ഇവിടെ ഇതുപോലെയുള്ള 50ഓളം ഷോപ്പുകളാണ് ഈ ഒരു സ്ഥലത്തുള്ളത്. ഏകദേശം 5000-ഓളം കുടുംബങ്ങൾ ഇതുപോലെ സാരി ഉണ്ടാക്കുന്ന ഈ ഒരു ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് 5000-ഓളം വരുന്ന കുടുംബങ്ങൾ ഇവിടെ സമീപത്തായിട്ട് സാരി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സാരികളാണ് നമ്മൾ കേരളം അടക്കം പല സംസ്ഥാനങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. പല സ്ഥലത്തുനിന്ന്. കാഞ്ചീപുരം മാത്രമല്ല, പല സ്ഥലങ്ങളിൽ സൗത്ത് ഇന്ത്യയിൽ സാരി ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. നമുക്ക് ആന്ധ്രയിലുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ ശരിക്കും ഉണ്ടല്ലോ, കല്യാണത്തിന് മറ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ വാങ്ങുന്നതിലും വളരെ അഫോർഡബിൾ ആയിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് സാരി വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും കാഞ്ചീപുരത്തും ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും പോയി സാരി വാങ്ങുന്നുണ്ട്. ഇവിടെയും വന്ന ആൾക്കാർ വാങ്ങാറുണ്ട്. ശരിക്കും നേരെ പകുതിയോ അതിൽ താഴെ പൈസക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ബൾക്ക് പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് പോകുന്ന ലാഭമാണ്. ധാരാളം ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും നിങ്ങൾ കരുതരുത്. ഇതായിരിക്കും ആരും കാശ് നിന്ന് ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല. ഞാൻ സാരി പോലും പൈസ കൊടുത്താണ് വാങ്ങിയത്. അപ്പം ഞങ്ങൾ തന്നെ കല്യാണത്തിന്റെ സമയത്ത് നമ്മൾ കാഞ്ചീപുരത്ത് പോയി സാരി വാങ്ങിച്ചു അല്ലേ. നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിൽ നല്ല കിഡിലൻ ഡിസൈൻസ് നല്ല റേറ്റ് കുറച്ച് കിട്ടും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പ്രത്യേകത. അതാണ് സംഭവം. അത്രേ ഉള്ളൂ ബേസിക്കലി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പലർക്കും ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് സാരി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി കാണണം. സാരി ഉണ്ടാക്കുന്നത് കാണണോ? വേണ്ട, അവന് കാണാൻ താല്പര്യമില്ല. അവൻ അയച്ചു നമുക്ക് പോവാം. താങ്ക് യു. സന്തോഷം തയ്ക്കാൻ മുഖത്തെ 3 സാരി വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും. ശ്വേത ആ 3 സാരി 15000 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. അത് ഭയങ്കര ലാഭമായി ഇപ്പോൾ സത്യം പറഞ്ഞാൽ. അതായത് അതൊരു 1.5 സാരി. ആ സാരിക്ക് എത്ര കോസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും. ഞങ്ങൾക്ക് 2000 രൂപ ഡിസ്കൗണ്ടും തന്നു അല്ലേ? അതിനല്ല. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മുമ്പിലൊരു സൈലോയിൽ അവർ പോകുന്നുണ്ട്. ഇവിടെ കുറേ ഇതുപോലെയുള്ള നെയ്ത്തുകാരുണ്ട്. ഇവരുടെ നെയ്ത്ത് സ്ഥലത്തേക്കാണ് എന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതെന്തായാലും ഇങ്ങനെ നമ്മളൊരു യാത്ര വരുമ്പോഴത്തേക്കിനും
ഇതുപോലൊരു സ്ഥലം കാണാനും ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാനും സാധിച്ചു. ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ കാഞ്ചീപുരം അതുപോലുള്ള നമ്മുടെ നാട്ടിലുണ്ടല്ലോ കുത്താമ്പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഇല്ലേ? കുത്താമ്പള്ളിയും ഫേമസ് ആണ്. ഒറ്റപ്പാലം ഭാഗത്ത് നെയ്ത്തിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ധാരാളം ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി നമുക്ക് മെനക്കെട്ട് പോയി വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോയി വാങ്ങിക്കാം. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ബൾക്ക് പർച്ചേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇറ്റ് വിൽ ബി വെരി അഫോർഡബിൾ. എന്തായാലും നമ്മളിപ്പോൾ അവരുടെ വണ്ടിയുടെ പുറകെ വെച്ച് പിടിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവരുടെ ഒരു വീവിംഗ് സെൻറ്ററിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഭവാനി സാഗർ ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു റൂട്ടിലുള്ള ഒരു ഏരിയ ആണ്. ഡോക്ടർ കാരപ്പൻ ഹാൻഡ്ലൂം ടെക്നിക്കൽ റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട്. അടിപൊളി കൊള്ളാലോ. അടിപൊളി. പട്ടിയൊക്കെ ഉണ്ടല്ലോ. പട്ടിയുണ്ട്, പപ്പായ ഉണ്ട്. കേരള കൊച്ചി വീണക്കണത്തരി. അപ്പടിയാ. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ, അദ്ദേഹം ആണ് മിസ്റ്റർ കാരപ്പൻ. അദ്ദേഹം ഇവര് പറയുന്നത് ഇവർക്ക് ഇവിടെ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്. ഇവിടെ ഇതുപോലെയുള്ള ഹാൻഡ്ലൂംസ് അതേപോലെ തന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കൈത്തറിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു മാസ്റ്ററാണ് എന്നാണ് അദ്ദേഹം ഇവർ പറഞ്ഞത്. ഏത് കോളേജിലാ? വിച്ച് കോളേജ്? അവിനാശി ലിംഗം കോളേജില് professor of practice. Okay, nice. It is supported by power. No. It's a handloom only. It generate power. It can itself generate power also. Any power. അത് ശരി. Everything will be do automatically. Okay. മനസ്സിലായോ? അതായത് ഇത് ഇദ്ദേഹത്തിന് കണ്ടുപിടുത്തമാണ് ഈ ഒരു ലൂം. അതായത് ഇത് വെച്ചിട്ട് ഇവര് ഒരു കൈയും ഒരു കാലും ഉപയോഗിച്ച് ഒരു കാലം കൈ വേണ്ട, അത് ശരി, ഒരു കാല് മാത്രം ഉപയോഗിച്ച് ഇത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അത് പ്രവർത്തിക്കുമ്പോൾ ഇത് ഇവിടെ ലൈറ്റ് കത്തുന്നത് കണ്ടില്ലേ? ഇതിൽ നിന്നും ഉള്ള ഇത് വെച്ചിട്ടാണ് ലൈറ്റ് കത്തുന്നത്. അതായത് ഒരു കാല് മാത്രം ഉപയോഗിച്ചാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളിപ്പോൾ കണ്ട അതുപോലെയുള്ള പല സാരികളും ഡിസൈൻ ചെയ്യുന്നതും അതേപോലെ തന്നെ നിർമ്മിക്കുന്നതും ഒക്കെ ഇതുപോലെയുള്ള യന്ത്രങ്ങളിൽ ഇതുപോലെയുള്ള ആളുകളാണ്. പല സ്ഥലത്തിരുന്ന് ചെയ്തിട്ടാണ് ഇതൊക്കെ സാരിയായിട്ട് നമ്മളുടെ മുമ്പിലേക്ക് കടകളിലേക്ക് വരുന്നത്. അതിനിടയ്ക്ക് ഒരു നൂല് കയറ്റുന്ന ഒരു മെത്തേഡാണ് നമുക്കിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഒരു നൂല് വേറൊരു കളറിലെ നൂല് അതിനിടയ്ക്ക് എവിടെയോ കയറ്റാനുള്ള പരിപാടിയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടോ പോകുന്നേ? ആ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ടോ? ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നുണ്ടോ നോക്കി? അത് ഇങ്ങോട്ട് വരുന്നു. അടിപൊളി. അതായത് ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള യെല്ലോ കളറിലെ ആ ഒരു നൂല് ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലാണ് ഇരിക്കുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ ഒരു നീല കളറിലെ നൂലും വരുന്നുണ്ട്. പിന്നെ ഇതിനറ്റത്തായിട്ട് വേറൊരു മജന്ത കളറിലെ നൂല് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനിടയ്ക്ക് ഈ കുറുകെ പോകുന്ന സാധനം കണ്ടോ? ഈ കുറുകെ വരുന്നത് അതാണ് ഇവരിങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കുന്ന ആ ഒരു സാധനം കണ്ടില്ലേ? അതിങ്ങനെ അങ്ങോട്ട് പോകുമ്പം ആ നൂല് ഇതിലിങ്ങനെ അടുപ്പിക്കും, ഇങ്ങോട്ട് അടുപ്പിക്കും. അത് തിരിച്ചു വരുമ്പോൾ വീണ്ടും അതിങ്ങനെ അടുപ്പിക്കും. ഇതൊരു മീറ്റർ ചെയ്യാൻ എത്ര സമയം വേണ്ടി വരും? 1 hour 1 മീറ്റർ തീരും. ഇപ്പോൾ നീങ്ക വന്നതിലിருந்து ഇങ്ങിருந்து അത്രയായി. അത് ശരി. ഓക്കെ, 1 hour 1 മീറ്റർ തീരും. ഒരു സാരി എത്ര മീറ്റർ ഉണ്ടാവും നീളം? 6.5. അത് ശരി. അപ്പോൾ ഒരു 7-8 മണിക്കൂർ വേണം ഒരു സാരിയുടെ വർക്ക് തീരണമെന്നുണ്ടെങ്കിൽ. 1 day വേണം. 1 day വേണം അല്ലേ? ഈ കാണുന്നതാണ് ട്രഡീഷണൽ ലൂം. അതായത് പരമ്പരാഗതമായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്ന സാധനം. ഈ കാണുന്ന സംഭവം കൊണ്ടോ ഇത് വെച്ചിട്ടാണ് ഇതാണ് ഇവരുടെ ഡിസൈൻ എന്നാണ് പറയുന്നത്. ഡിസൈനിന്റെ ആ ഒരു ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ജഗ എന്ന് പറയും അല്ലേ? ജക്കാട്. അപ്പൊ ഇതിനകത്ത് കൂടെയാണ് ഈ നൂല് കയറ്റി വിടുന്നത്. ഓക്കെ, ഇതെല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളാണല്ലേ? ഇതിൽ നിങ്ങൾക്ക് 2 കൈയും 2 കാലും വേണം. കണ്ടിപ്പാ എല്ലാം വേണം.
ഇതെന്താണെന്നറിയാമോ? സാരി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇങ്ങനെയാണ് സാരി ഉണ്ടാക്കുന്നത്. ഹാൻഡ്ലൂം. എന്താണ് ഹാൻഡ്ലൂം? എന്താണ്? എനിക്കിപ്പോൾ ഐസ്ക്രീം മതി അമ്മ, എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഐസ്ക്രീം മതി. ഇവരിവിടെ ഈ വീവിങ് പഠിപ്പിക്കുന്നുണ്ട്. ഇവര് നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല. പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാം. ഇതുപോലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തു നിന്നൊക്കെ വീവിങ് പഠിക്കാനുള്ള സൗകര്യം ഇവരിവിടെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ല ഇത്. ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഇതുപോലെയുള്ള ഇപ്പോൾ ഈ ചേട്ടൻ ഇപ്പം ശരിക്കും ഒരു നമ്മൾ ഈ കർഷകൻ എന്നൊക്കെ പറയുന്ന പോലെ ശരിക്കും ഹാൻഡ്ലൂം ചെയ്യുന്ന ഒരു ആളാണ്. ആ ഒരു അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ പണ്ട് പോലുള്ള തൊഴിലെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നെയ്ത്ത് പണിയാണ് അല്ലേ? ഐസ്ക്രീം വാങ്ങിത്തരാൻ എൻ്റെ മുത്തനെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്. യു സെഡ് 5,000+ ഫാമിലീസ് റൈറ്റ്? 5000-ലധികം കുടുംബങ്ങൾ ഇവിടെ ഈ പരിസരത്തുണ്ട്. അപ്പോൾ ഡിസൈനും ഇതൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയുള്ള പല കുടുംബങ്ങളിൽ നിന്നാണ് ഇവിടെയുള്ള പല കടകളിലേക്കും സാരി അടക്കമുള്ള പല സംഭവങ്ങളും നെയ്തെടുത്ത് കൊണ്ടുവരുന്നത്. അതാണ് ഇവിടുത്തെ രീതികൾ. എന്തായാലും ഒരു ഗ്രാമത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചയല്ലേ അത്, അല്ലേ? പോവാം. നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ ഋഷിക്ക്? സൂപ്പറാണോ? നല്ല അടിപൊളി സംഭാരം. ഞങ്ങൾ എറണാകുളം. ഓക്കെ, അപ്പോൾ എന്തായാലും വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്നത്തെ ലഞ്ച് ആക്ച്വലി വൈകിട്ട് 4 മണിയാവുന്നു. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വഴിയിൽ കണ്ട ഒരു അന്നപൂർണ്ണ മെസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് സെറ്റപ്പ്. ആഹാ, അടിപൊളി. ചൂടത്ത് ഇത് വെജ് നോൺ വെജ് എല്ലാം ഉണ്ട് കേട്ടാ. സെറ്റപ്പാണല്ലോ. ഈ ചൂടത്ത് തണുപ്പിക്കാനായിട്ട് പുറകിലൊരു വലിയൊരു ഫാൻ, എയർ കൂളർ വെച്ചേക്കുക. ഓപ്പൺ സ്ഥലമാണ് അല്ലേ? ഞാൻ ആക്ച്വലി അങ്ങേര് സംസാരിക്കുന്ന കന്നഡയാണെന്ന് വിചാരിച്ചു. ചോദിച്ചപ്പോൾ ഒഡീസ ഭാഷയാണ് സംസാരിക്കുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഒറീസക്കാരും ബംഗാളികളൊക്കെ തന്നെ കേട്ടോ. എറണാകുളത്തൂടെ നമ്മൾ അന്ന് പോയപ്പോഴേ ഒരു കട കണ്ടേ. ആ കടയിൽ എഴുതി വെച്ചിരിക്കുന്നതായിരുന്നു അറിയോ? മലയാളി നടത്തുന്ന ബാർബർ ഷോപ്പ് എന്ന്. കാര്യമായിട്ട് മലയാളി നടത്തുന്ന ബാർബർ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചേക്കുന്നു. ആ വെണ്ണല ഭാഗത്ത് ഞാൻ കണ്ടൊരു ബോർഡാണ്. അങ്ങനെ വരെ എഴുതി വെക്കേണ്ട അവസ്ഥയായി നമുക്ക്. ഇല കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇല ആദ്യം കഴുകണം. ചോറും പിന്നെ ക്യാബേജ് തോരനും ബീട്രൂട്ട് തോരനും. ഇത് മാത്രമേ ഉള്ളൂ. മാത്രം മതി തോന്നുന്നു. കൃഷിയുടെ നോട്ടം കണ്ടോ നോക്കി? വിശന്നിരിക്കുക. സമയം 4 ആയില്ലേ? അവന് തന്നെ വേണം. അവന് തന്നെ വാരി എടുത്ത് കഴിക്കണം. അവന് വാരി കൊടുക്കാൻ പറ്റില്ല. അവന് തന്നെ എടുത്ത് കഴിക്കണം. നിനക്കെല്ലാം കൊണ്ടുവരും കേട്ടോ. ഞാൻ വാങ്ങിച്ചത് തമിഴ്നാട് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. തമിഴ്നാട് സ്റ്റൈൽ ഫ്രൈഡ് റൈസ്. അത് പറയാൻ കാരണം തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ ഫ്രൈഡ് റൈസാണ് കിട്ടുക. ഇത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. ഇതിനകത്ത് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളും ബീൻസിൻ്റെ കഷ്ണങ്ങളും അങ്ങനെ പല സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. എലോങ് വിത്ത് നമ്മുടെ ചിക്കൻ 65. ഇതാണ് ഇവിടുത്തെ ചിക്കൻ 65. ആ ചിക്കൻ 65 തമിഴ്നാട്ടിലെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ചിക്കൻ 65ന്റെ മേളിൽ നാരങ്ങ എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കഴിക്കണം. അടിപൊളി. ഋഷിക്ക് വേണോ? ഒരു ഊണ്, ഒരു എഗ് ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു ചിക്കൻ 65 എല്ലാം കൂടെ എത്ര? 400. എത്ര ശ്വേത? 400 രൂപ. ഇവരുടെ തമിഴ്നാട്ടിലെ ചിക്കൻ 65 ഉണ്ടല്ലോ ശ്വേത, അത് ഒരു ഒന്നൊന്നര ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ആയിരുന്നോ? അത് പൊളിയാ. അത് നമ്മൾ ഇന്നലെ പാലക്കാട് എന്നമാർന്ന് കഴിച്ചത് പൊളിയായിരുന്നു. അത് പൊളി ടേസ്റ്റ്. എനിക്ക് എന്താ അറിയാം, ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ റഷ്യക്ക് ഐസ്ക്രീം കിട്ടി. മമ്മ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഐസ്ക്രീം കിട്ടി. ചോക്ലേറ്റ് ഐസ്ക്രീം. ഒരു ഐസ്ക്രീം ഒക്കെ, കോൺ ഐസ്ക്രീം ഒക്കെ എങ്ങനെ പൊട്ടിച്ച് കഴിക്കാമെന്ന് നിങ്ങളൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ അതൊക്കെ ചെയ്തോളും. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ശ്വേത തിരിച്ച് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. സലീഷ് ഏട്ടൻ ഒരു സാരി വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. സലീഷ് ഏട്ടന് സാരി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെയൊക്കെ ഉണ്ടല്ലോ കടയ്ക്കകത്തൊരു ലുക്കില്ലെങ്കിലും, അതായത് കടയിൽ വലിയ ലുക്കും ഹൈഫൈ സെറ്റപ്പും പരിപാടികളൊന്നും ഉണ്ടാവില്ല. പക്ഷെ സാധനം ഉണ്ടാവും. എന്താ? വെരി ഗുഡ്. നമ്മൾ തിരിച്ച് ആനക്കട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വീണ്ടും ആ കാട്ടിലോട്ട് വന്ന് കയറി. ഈ കാട്ടിലൂടെ 6 മണിക്ക് മുമ്പ് നമുക്ക് ക്രോസ് ചെയ്യണം, എന്നാലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോയമ്പത്തൂർ വഴി ചുറ്റിക്കറങ്ങി ഒരു 19 കിലോമീറ്റർ എക്സ്ട്രാ ഓടിച്ച് പോകേണ്ടി വരും. മയില് പോകുന്നു കണ്ട മയില്, കുറേ മയില്. ചില സമയത്ത് ഇവിടെ ഈ റൂട്ടിൽ ആനേനെ കാണാൻ പറ്റും. ഞങ്ങളിവിടെ റിസോർട്ടിന്റെ അടുത്തെത്തിയത്. ഇവിടെ റോഡിൽ വീണ്ടും ഒരു മയില്. എന്ത് ഭംഗിയല്ലേ മയില്.
ഇത് നീ അവിടെ സാരി കണ്ടില്ലായിരുന്നോ? പീകോക്ക് സാരി, അതേപോലത്തെ മയില്. പക്ഷെ ഉറക്കം കഴിഞ്ഞോ? മയിലിനെ കാണോ നിനക്ക്? ലെഫ്റ്റിൽ നോക്ക, മയിലുണ്ട്. മയില് താഴെ നോക്ക, അപ്പുറത്ത് നോക്ക, മയിലുണ്ട്. മയില് കണ്ടോ? കണ്ടോ? ഹായ്, ഹലോ ഗൈസ്, കേറുന്നില്ലേ? വാ കേറ്. ഞങ്ങൾ ആക്ച്വലി വൈകിട്ടായപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇവിടെ ബംഗ്ലാവിന്റെ സ്വിമ്മിംഗ് പൂളിൽ വന്നതാണേ. ഇവിടെ വന്നപ്പോഴത്തേക്കിനും നല്ല രസമാണ്, നല്ല വൈബാണ്. ഈവനിങ് വൈബ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇപ്പോൾ കുറച്ചുകൂടി ഇരുട്ടി. നേരത്തെ ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ ഋഷി ഭയങ്കര പൂളൊക്കെ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളിപ്പതേ ബേബി പൂളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങം നടക്കുന്നുണ്ടോ. പേടിയൊക്കെ കുറഞ്ഞിപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടി മാറ്റിച്ചുകൊണ്ടിരിക്കണം, പിന്നെ വീണ്ടും പേടിയാവും. ബാ കേറുന്നേ, ബാ. മതി ഇനി കേറാം, ബാ. മതിന്നേ കേറുന്നേ, ബാ. ഇനഫ് കം ലെറ്റ്സ് ഗോ കം. ഹലോ ഗൈസ് ഏയ് ഹലോ ഗൈസ് പറ. ഇതാരാ? ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ്, ഞങ്ങളിവിടെ പാട്ട് കൂത്ത് ഡപ്പാക്കൂത്ത് ഡാൻസ് ഒക്കെയാണ്. പൂളിലാണ് ഇത്ര നേരം. പൂള പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ ഇവിടെ ഫുള്ള് എന്താ ഇത്? ഈ റിസോർട്ടിൽ വരുന്നവർക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഈ പാട്ടും ബഹളമൊക്കെ കാരണം ഉറങ്ങാനൊന്നും ഇങ്ങോട്ട് വരുന്നു. എന്താടാ? ഞങ്ങൾ സൺസെറ്റ് വന്നപ്പോ പൊളിച്ചാടി ഗൈസ്. ഓക്കെ, ഇനി എന്താ? രാത്രിയായപ്പോ പൊളിച്ചാടി, നീന്തി, അപ്പൊ ഒറ്റയ്ക്ക് പൊളിച്ചാടി. അപ്പൊ എത്ര നേരം പൂളിലായിരുന്നു. ഉറങ്ങാനല്ല ഇങ്ങോട്ട് വരുന്നത്, അടിച്ചുപിടിക്കാനുള്ള. സലിഷടാ, വി മിസ് യു. ഐ മിസ് യു. കുറെ ആയില്ലേ കണ്ടിട്ട്? തീർച്ചയായും ഇത്ര ആളിന് ശേഷമാണ് വരുന്നത് അല്ലേ? ഒരുപാട് നാളായി. അപ്പോൾ സീ യു ഗൈസ് ടുമോറോ. അതുവരേക്കും ബൈ. നാളെ നമ്മൾ ഇവിടെ നിന്ന് കേരളത്തിൽ പോയിനി അല്ലേ? നാളെ കേരളത്തിലല്ലേ?